ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നവരാത്രിയായിട്ട് ബംഗാളി ഡ്രേപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സാരി ഡ്രേപ്പിസ്റ്റ് എന്ന നിലയിൽ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് 3 ഡിഫറെൻറ്റ് സ്റ്റൈൽ ഡ്രേപ്പിംഗ്, അതായത് നമുക്ക് നവരാത്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഡ്രേപ്പിംഗ്, 2 ബംഗാളി ഡ്രേപ്പും ഒന്ന് അതല്ലാതെ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഡ്രേപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ സാരി നമ്മൾ നമ്മുടെ ബോഡിക്ക് ചുറ്റും ടക്കിൻ ചെയ്തിട്ട് ഒരു തവണ ചുറ്റിയെടുക്കുക. ഇനി പല്ലു പ്ലീറ്റിംഗ് ആണ്. ബംഗാളി ഡ്രേപ്പിൽ എപ്പോഴും പല്ലു നീളത്തിലായിരിക്കണം, അതായത് ഫ്ലോർ ലെങ്ത്ത് നീളത്തിലാണ് നമ്മൾ പല്ലു സെക്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാരി ഭയങ്കര സോഫ്റ്റാണ്. ഇതിങ്ങനെ ഒഴുകി കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പറന്നു പോകും, അത്രയും സോഫ്റ്റാണ്. പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ്. ഇതിൻ്റെ ബോർഡറിൻ്റെ സൈഡിലൊക്കെ ചെറിയ മിറർ വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭംഗിയുള്ള സാരിയാണ്. നമ്മൾ നമ്മുടെ പല്ലു ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് ഫ്ലോർ ലെങ്ത്തിൽ കൊണ്ടുവരാം. എന്നിട്ട് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അപ്പം ഞാൻ പ്ലീറ്റ് എടുത്തൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതെന്താ വെച്ചാൽ സാരി അത്രയും മാനേജബിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ലോവർ പ്ലീറ്റ്സ് എടുക്കുന്നതാണ്. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു പല്ലുയുടെ ബാക്കി ഭാഗം പുറകിലേക്ക് ടക്കിൻ ചെയ്യണം. അത്രയും ഫാബ്രിക് ഒന്ന് മെഷർ ചെയ്ത് വെച്ചിട്ട് ലോവർ പ്ലീറ്റ്സ് എടുക്കുക. ഇപ്പം നല്ല ബ്രോഡായിട്ടുള്ള പ്ലീറ്റ്സാണ് ഞാൻ എടുക്കുന്നത്. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ആ എടുത്ത പ്ലീറ്റ്സിനെ 2 കൈയിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ പ്ലീറ്റ് തുറന്നിട്ടാണ് ടക്കിൻ ചെയ്യുന്നത്. സാധാരണ ബംഗാളി ഡ്രേപ്പിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷേ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി വരുന്ന പല്ലു പോർഷൻ പുറകിലേക്ക് ടക്കിൻ ചെയ്യുക. എന്നിട്ട് പല്ലു നീളത്തിൽ കിടക്കുന്നത് നമ്മുടെ റൈറ്റ് ഷോൾഡറിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കുക, പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ബംഗാളീസ് ചെയ്യുന്ന പോലെ കീ അതിൻ്റെ മേലെ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് ഇടാം. അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡ്രേപ്പ് നമ്പർ 1. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ കൂടെ പറയാം. ഇനി നമുക്ക് ഡ്രേപ്പ് നമ്പർ 2ലേക്ക് പോവാം. അതും വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡ്രേപ്പാണ്. ട്രഡീഷണൽ ബംഗാളി ഡ്രേപ്പാണ്. നമ്മൾ നേരത്തെ പല്ലു പ്ലീറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പല്ലു സെക്യൂർ ചെയ്തതിന് ശേഷം 1 or 2 വലിയ പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് ബാക്കി പോർഷൻ ഇതേപോലെ പുറകിൽ കൊണ്ടുപോയി ടക്കിൻ ചെയ്യുക. ഇങ്ങനെയാണ് നോർമലി ബംഗാളി ഡ്രേപ്പ് ചെയ്യുന്നത്. വലിയ ലോങ്, അതായത് ഒത്തിരി പ്ലീറ്റ്സ് എടുക്കില്ല. ലോങ് ആയിട്ടുള്ള 1 or 2 പ്ലീറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ ഷോൾഡറിലേക്ക് നമുക്ക് പല്ലു ടക്കിൻ ചെയ്യാം. അല്ലെങ്കിൽ അത്പുറേ എന്നുള്ളൊരു വേരിയേഷനിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ തന്നെ ഈ ഒരു പല്ലുയുടെ എൻഡ് കൊണ്ടുവന്നിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ഒത്തിരി പല്ലു നീളമുള്ളതായതുകൊണ്ട് നമുക്ക് ഹെഡ് കവറായിട്ടും ഇത് യൂസ് ചെയ്യാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഡ്രേപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രേപ്പാണ് ഈ ഒരു ബംഗാളി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് 2ാമത്തെ ഡ്രേപ്പ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻസിൽ പറയാം. നമുക്ക് 3ാമത്തെ ഡ്രേപ്പിലേക്ക് പോവാം. ഇതൊരു ഇൻഫിനിറ്റി ഡ്രേപ്പാണ്. നമ്മൾ സാരി പ്ലീറ്റ് എടുക്കുക, പല്ലു പ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് സെക്യൂർ ചെയ്യുക. ഈ പല്ലും കുറച്ച് നീളം നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ലെങ്തി ആയിട്ട് വേണം എടുത്തിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് പിൻ ചെയ്യേണ്ടത്. ഇൻഫിനിറ്റി ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സാരി നോർമലി എടുക്കുന്ന പോലെയല്ല. നമ്മൾ ബോഡിക്ക് ചുറ്റും ഒരു തവണ ടക്കിൻ ചെയ്തതിന് ശേഷം ഇടത്തെ ഷോൾഡറിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇടുക, പുറകിൽ കൂടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. പിന്ന് വെച്ച് എന്തായാലും സെക്യൂർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രേപ്പിൽ പല്ലു ഇളകി കയ്യിൽ വരും. പിന്ന് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ആ പല്ലുയുടെ ഭാഗം നമ്മുടെ ബോഡിയുടെ ചുറ്റിനും ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ടക്കിൻ ചെയ്ത് വയ്ക്കുക. നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പ് ഡെഫിനിഷനായിട്ട് നമുക്ക് കിട്ടും. അത് ടക്കിൻ ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ ലോവർ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ എടുക്കുക. ഒരു കൗൾ പോർഷൻ നമ്മൾ മാറ്റിയിടണം, എന്നാലേ ആ സാരിയുടെ ആ ഒരു ഫ്ലോ നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ.
ചെറിയൊരു ഒന്നോ രണ്ടോ പ്ലീറ്റിനുള്ള ഫാബ്രിക് വെട്ടിയിട്ടാണ് താഴത്തെ പ്ലീറ്റ്സ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മുടെ സാരി ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് മൂന്നാമത്തെ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. 3 ലുക്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ലുക്കാണ് ഈ ബംഗാളി ലുക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇനി എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ ഡ്രേപ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അയച്ചു തരാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾ എൻ്റെ ഡ്രേപ്സ് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സാധാരണ ഞാൻ വ്യാഴാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷേ നവരാത്രി ആയതുകൊണ്ട് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. ഇനി ഏത് ഡ്രേപ്സാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളത് അതും കൂടെ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും പുതിയൊരു ഡ്രേപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.